യൂണിറ്റ് ദ ടീം റെയിൻ കണ്ടിന്യൂ ചെയ്യാണ്. ഇവിടെ പിക്ചറിലേക്ക് നോക്കൂ. വെർ ഈസ് ദ ടീം റെയിൻ നൗ? ദേ ആർ ഓൺ എ മാംഗോ ട്രീ അല്ലേ, ഒരു മാവിന്റെ മുകളിലാണ് അല്ലേ. ദെൻ വാട്ട് ഈസ് റിതു ഡൂയിങ്? റിതു ഈസ് പ്ലക്കിംഗ് എ മാംഗോ. എന്താ ചെയ്യുന്ന റിതു? ഒരു മാങ്ങ പൊട്ടിക്കുകയാണ് അല്ലേ. ദെൻ ലുക്ക് ആമി, ഈസ് ഷി ആക്ച്വലി ടച്ചിങ് ദ സൺ? ആമി നോക്കൂ, ആമി ശരിക്കും സൂര്യനെ തൊടുന്നുണ്ടോ? നോ, ഷീ ഈസ് നോട്ട് റിയലി ടച്ചിങ് ദ സൺ. ഇറ്റ് ഓൺലി ലുക്സ് ലൈക്ക് ഇറ്റ്. നമുക്ക് അതുപോലെ തോന്നുകയാണ് അല്ലേ, ശരിക്കും സൂര്യനെ തൊടുന്നില്ല. ഇല്ലല്ലോ. Then what are Ima and Nilu doing? ഇമി നിലു എന്താ ചെയ്യുന്നത്? ഇമ ഈസ് ഹാങ്ങിങ് അപ്സൈഡ് ഡൗൺ. എന്താണ്, തല കീഴായിട്ട് തൂങ്ങിക്കിടക്കുകയാണ് ഇമ. Then what about നിലു? നിലു ഈസ് ക്ലൈംബിംഗ് ദ ട്രീ അല്ലേ, മരത്തിൽ കയറുകയാണ് അല്ലേ. The team rain likes to climb trees. ടീം റെയിന് മരം കയറാൻ നല്ല ഇഷ്ടമാണ് അല്ലേ. ലുക്ക് നിലു, ഹിയർ ഈസ് എ മാംഗോ, റിതു സെഡ്. എന്താണ് റിതു പറയുന്നത്? നോക്കൂ നിലു, ഇവിടെ ഒരു മാങ്ങ എന്ന് പറയാണ് അല്ലേ. ലുക്ക് ദ സൺ ഈസ് ഇൻ മൈ ഹാൻഡ് സെഡ് ആമി. ആമി എന്താ പറയുന്നത്? സൂര്യൻ എന്റെ കൈകളിലാണ് എന്ന് പറയാണ് അല്ലേ. ഹേ ഐ ക്യാൻ സീ ദ ഹിൽ, ഇമ ഷൗട്ടഡ്. ഇമ ഷൗട്ട് ചെയ്യാണ് അല്ലെ, ഉറക്കെ വിളിച്ചു പറയാണ്. എന്താ പറയുന്നത്? എനിക്ക് മല കാണാൻ കഴിയുന്നുണ്ട് എന്ന് പറയുന്നു അല്ലേ. ഈ ആക്ടിവിറ്റി ബുക്കിലെ ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. ആക്ടിവിറ്റി 16. വാട്ട് ഈസ് യുവർ ഹോബി? നിങ്ങളുടെ വിനോദം എന്താന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. ദ ടീം റെയിൻ ഹാസ് മെനി ഹോബീസ്. വാട്ട് ഈസ് യുവർ ഹോബി? റൈറ്റ് അബൌട്ട് യുവർ ഹോബി. ടീം റെയിന് കുറേ ഹോബീസ് ഉണ്ട്, കുറേ വിനോദങ്ങളുണ്ട്. നിങ്ങളുടെ ഹോബി എന്താണ്? അത് ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ഹോബി എന്താണെന്നുള്ളത് ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. TV വാച്ച് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കാം, ബുക്സ് റീഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കാം, കളർ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കാം, ഡ്രോയിങ് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കാം, പ്ലേയിങ് ആണെങ്കിൽ പ്ലേയിങ് എഴുതാം, സൈക്ലിംഗ് ആണെങ്കിൽ സൈക്ലിംഗ്, അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. ഞാനിവിടെ എഴുതുന്നത് റീഡിങ് ബുക്സ് ആണ്. അപ്പോൾ ഹോബി എങ്ങനെ നമ്മൾ എഴുതാം? മൈ ഹോബി ഈസ് റീഡിങ് ബുക്സ്. ബുക്കുകൾ വായിക്കുന്നതാണ് എൻ്റെ വിനോദം. ഐ ലൈക്ക് ടു റീഡ് പിക്ചർ സ്റ്റോറി ബുക്സ്. എന്താണ്, ചിത്രകഥകൾ വായിക്കാനാണ് എനിക്കിഷ്ടം. ഐ ഹാവ് മെനി പിക്ചർ സ്റ്റോറി ബുക്സ്. എന്താണ്, എനിക്ക് കുറേ പിക്ചർ സ്റ്റോറി ബുക്സ് ഉണ്ട്. ഐ റീഡ് ബുക്സ് എവ്രി ഡേ. എല്ലാ ദിവസവും ഞാൻ ബുക്സ് വായിക്കും. ഇറ്റ് മേക്സ് മീ ഹാപ്പി. അതെനിക്ക് സന്തോഷം തരുന്നു. ഇറ്റ് ഈസ് എ ഗുഡ് ഹാബിറ്റ്. അതൊരു നല്ല ശീലമാണ് എന്ന് എഴുതാട്ടോ. ദ ടീം റെയിൻ എവിടെയാപ്പോ? വെർ ഈസ് ദ ടീം റെയിൻ? ദേ ആർ ഓൺ എ ട്രീ. ലുക്ക് ദർ ഈസ് എ റെയിൻബോ, റിതു സെഡ്. റിതു പറയുകയാണല്ലേ, നോക്കൂ ദാ അവിടെ ഒരു മഴവില്ല് എന്ന് പറയണേ. റെയിൻബോ എന്ന് പറഞ്ഞാല് മഴവില്ല്. അപ്പൊ എന്താ ആമി പറയുന്നത്? ലെറ്റ് us ടച്ച് ഇറ്റ്, നമുക്കത് തൊടാം എന്ന് പറയുകയാണല്ലേ. ബട്ട് ഹൗ ആസ്ക്ഡ് ഇമ. അപ്പൊ ഇമ ചോദിക്കുകയാണ്, പക്ഷെ എങ്ങനെ തൊടാം റെയിൻബോനേന്ന്? ഇറ്റ് ഈസ് ഓൺ ദ ഹിൽ ടോപ്പ്, നിലു സെഡ്. നിലു പറയാണ് അത് മലമുകളിലാണ് എന്ന് പറയാണ്. കം ലെറ്റ് us go there said റിതു. വരൂ നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് റിതു പറയാണ് അല്ലേ. വാട്ട് ഡിഡ് റിതു സീ? എന്താണ് റിതു കണ്ടത്? റിതു സോ എ റെയിൻബോ അല്ലേ. റിതു എന്താ കണ്ടത്? റെയിൻബോ ആണ് കണ്ടത് അല്ലേ. Then what did Nilu say about rainbow? നിലു എന്താ റെയിൻബോനെ കുറിച്ച് പറയുന്നത്? ഇറ്റ് ഈസ് ഓൺ ദ ഹിൽ ടോപ്പ്. റെയിൻബോ എവിടെയാന്നാ പറയുന്നത്? ഇറ്റ് ഈസ് ഓൺ ദ ഹിൽ ടോപ്പ്. ദെൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഈസ് ദ റെയിൻബോ റിയലി ഓൺ ദ ഹിൽ എന്ന്? റെയിൻബോ മലയിൽ തന്നെയാണോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അല്ലല്ലോ. നോ, ദ റെയിൻബോ ഈസ് നോട്ട് ഓൺ ദ ഹിൽ ടോപ്പ്. വെർ ഈസ് ദ റെയിൻബോ? എവിടെയാണ് റെയിൻബോ? ദ റെയിൻബോ ഈസ് ഇൻ ദ സ്കൈ. റെയിൻബോ ആകാശത്താണല്ലേ ഉള്ളത്. ആക്ടിവിറ്റി ബുക്ക് എടുക്കുക. അതിൽ ആക്ടിവിറ്റി 17 ഡ്രോ എ റെയിൻബോ ആൻഡ് കളർ ഇറ്റ്. ഇവിടെ ഒരു റെയിൻബോ വരച്ചിട്ട് കളർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റെയിൻബോന് എത്ര കളേഴ്സാണ് ഉള്ളതെന്നറിയോ? 7 കളേഴ്സ് ആണല്ലേ. 7 കളേഴ്സ് ഉണ്ട്. ഏതൊക്കെ കളറാണെന്നറിയോ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, red. Climb up the hill, touch the rainbow, let us sit on it, let us sit on it, let us sit on it and we can sing a song. എന്താണ് climb up the hill എന്ന് പറഞ്ഞാൽ എന്താ? മലമുകളിൽ കയറി. touch the rainbow, മഴവില്ലിനെ തൊടാം. let us sit on it,
ലെറ്റ് us സിറ്റ് ഓൺ ഇറ്റ് എന്ന് പറയുന്നത് നമുക്ക് മഴവില്ലിന് മുകളിൽ ഇരിക്കാം. ലെറ്റ് us സിറ്റ് ഓൺ ഇറ്റ് ആൻഡ് വി ക്യാൻ സിംഗ് എ സോങ്. നമുക്ക് മഴവില്ലിൻ മുകളിൽ ഇരുന്നൊരു പാട്ടു പാടാം എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി നോക്കൂടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്യാൻ ദ ടീം റെയിൻ ടച്ച് ദ റെയിൻബോ? ടീം റെയിന് മഴവില്ലിനെ തൊടാൻ കഴിയുമോ എന്നാണ് കേട്ടോ. നമുക്ക് നോക്കാം അല്ലെ കഴിയോ ഇല്ലേ എന്നുള്ളത്. ആക്ടിവിറ്റി 18 ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. എന്താണ് ഈ പാട്ടിന് കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ക്ലൈംബ് അപ്പ് ദ ഹിൽ ടച്ച് ദ റെയിൻബോ ലെറ്റ് us സിറ്റ് ഓൺ ഇറ്റ് ലെറ്റ് us സിറ്റ് ഓൺ ഇറ്റ് ലെറ്റ് us സിറ്റ് ഓൺ ഇറ്റ് ആൻഡ് വി ക്യാൻ സിംഗ് എ സോങ് എന്നാണ് അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. ക്ലൈംബ് അപ്പ് ദ ഹിൽ ടച്ച് ദ റെയിൻബോ എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് ലെറ്റ് us സിറ്റ് ഓൺ ഇറ്റ് എന്നാണ് അല്ലേ. നമുക്ക് ഇനി എന്ത് എഴുതാം? ലെറ്റ് us ക്ലൈംബ് ഓൺ ഇറ്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ലെറ്റ് us സ്വിംഗ് ഓൺ ഇറ്റ് എന്ന് എഴുതാം, ലെറ്റ് us ഹാങ് ഓൺ ഇറ്റ് എന്നൊക്കെ എഴുതാം കേട്ടോ. ലെറ്റ് us ക്ലൈംബ് ഓൺ ഇറ്റ് എന്ന് പറയുന്നത് എന്താണ്? കയറുക അല്ലേ. അതിൽ കയറാന്ന് പറയാം. അതില്ലെങ്കിൽ ലെറ്റ് us സ്വിംഗ് ഓൺ ഇറ്റ് എന്ന് പറയാം. സ്വിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഊഞ്ഞാലാടുക. അല്ലെങ്കിൽ ലെറ്റ് us ഹാങ് ഓൺ ഇറ്റ് എന്ന് പറയാം. ഹാങ് ചെയ്യുക പറഞ്ഞാൽ തൂങ്ങിക്കിടക്കാന്ന് കേട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് എഴുതി ചേർക്കാം. Then and we can sing a song എന്ന് എഴുതി ലൈൻസ് ആഡ് ചെയ്യുക. Look at the picture. Where is the team rain now? എവിടെയാണ് ടീം റെയിൻ? they are on the hilltop. അവര് മലമുകളിൽ എത്തിയിരിക്കുന്നു. കണ്ടോ? they are singing a song about the rainbow. റെയിൻബോനെ കുറിച്ചിട്ട് പാട്ട് പാടാണ്. കണ്ടോ? Look at the rainbow. It is round in shape. It is a circle, a big circle of colors, a colorful circle in the sky. എന്താ പറയുന്നത്? റെയിൻബോനെ നോക്കൂ, അതെങ്ങനെയാ? ഇറ്റ് ഈസ് റൗണ്ട് ഇൻ ഷേപ്പ്. എങ്ങനെയാ? വട്ടത്തിലാണ് അല്ലേ. ദെൻ ഇറ്റ് ഈസ് എ സർക്കിൾ. അതെന്താണ്? അത് വൃത്താകൃതിയിലാണ്. എ ബിഗ് സർക്കിൾ ഓഫ് കളേഴ്സ്. എന്താണ്? നിറങ്ങൾ കൊണ്ടുള്ള ഒരു വലിയ സർക്കിൾ ആണ്, വൃത്താകൃതിയിലുള്ളതാണ് എന്ന് പറയാണ് അല്ലേ. എ കളർഫുൾ സർക്കിൾ ഇൻ ദ സ്കൈ. ആകാശത്തിലുള്ള നിറമുള്ള സർക്കിൾ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി എന്താ അവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഹാവ് യു എവർ സീൻ എ റെയിൻബോ ആസ് എ സർക്കിൾ എന്നാണ് അല്ലേ. അതായത് നിങ്ങൾ എന്താണ് റെയിൻബോനെ വൃത്താകൃതിയിൽ കണ്ടിട്ടുണ്ടോ എന്നാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ റെയിൻബോ? എങ്ങനെ കാണാറ്? നിങ്ങൾ കണ്ടിട്ടില്ലേ? എങ്ങനെയാത്? സർക്കിൾ ഷേപ്പിലാണോ കാണാറ്? അല്ല അല്ലേ, ഒരു ആർച്ച് ഷേപ്പിലാണല്ലേ. നമ്മുടെ ഹെയർ ബോനെ പോലെയൊക്കെ അല്ലേ കാണല്. ഐ ഹാവ് നെവർ സീൻ എ റെയിൻബോ ഇൻ ദ ഷേപ്പ് ഓഫ് എ സർക്കിൾ. എന്താണ്, ഞാൻ ഒരിക്കലും എന്താണ് റെയിൻബോനെ വൃത്താകൃതിയിൽ കണ്ടിട്ടില്ല. Here we can see the team rain is jumping up. അല്ലേ, നമുക്കിവിടെ കാണുന്നത് എന്താണ്? ടീം റെയിന് ചാടുകയാണ് അല്ലേ. ദേ ആർ ജമ്പിങ് അപ്പ്. വൈ ആർ ദേ ജമ്പിങ്? എന്തിനാണ് അവർ ചാടുന്നത്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ദേ ആർ ജമ്പിങ് ടു ടച്ച് ദ റെയിൻബോ അല്ലേ. അവർ ചാടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റെയിൻബോ തൊടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. Let us touch it. Come on, quick. Jump up, jump up, up. 1, 2, 3. എന്താണ്? നമുക്ക് തൊടാം, അതിനെ തൊടാം എന്ന് പറയണം. Let us touch it. Come on, quick എന്ന് പറയാണ് അല്ലേ. വരൂ പെട്ടെന്ന് എന്ന് പറയാണ്. ജംപ് അപ്പ് അപ്പ്. എന്താണ്? മുകളിലേക്ക് ചാടൂ ചാടൂ എന്ന് പറയാണ് അല്ലേ. 1, 2, 3. അവര് എണ്ണീട്ടാണല്ലേ ചാടുന്നത്. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് ചാടുക ചെയ്യുന്നത് അല്ലേ. ഇത് നോക്കൂ, അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിൽ ദേ ടച്ച് ദ റെയിൻബോ? അവർ റെയിൻബോ തൊടുവോന്ന് അല്ലേ. നമുക്ക് നോക്കാം അല്ലേ. ലെറ്റ്സ് സീ വെദർ ദേ ടച്ച് ഇറ്റ് ഓർ നോട്ട്. ആക്ടിവിറ്റി ബുക്കിലെ ആക്ടിവിറ്റി 19 കംപ്ലീറ്റ് ദ പസിൽ, അതായത് പദപ്രശ്നം പൂർത്തിയാക്കാനാണ്. ഇവിടെ കണ്ടോ എക്രോസും ഡൗൺ വേർഡ്സും തന്നിട്ടുണ്ട്. എക്രോസ് എന്ന് പറഞ്ഞാൽ കുറുകി, ഡൗൺ വേർഡ്സ് എന്ന് പറഞ്ഞാൽ താഴെ കേട്ടോ. ഫസ്റ്റ് വൺ നോക്കൂ, എക്രോസ് ആണ്. 8 എന്നുള്ള നമ്പർ ആണ് കേട്ടോ. 8 എന്നെങ്ങനെയാ വേർഡ്സിൽ എഴുതാ? അത് നമുക്കവിടെ തന്നിട്ടുണ്ട്. EIGHT. ഇനി സെക്കൻഡ് വൺ നോക്കൂ, എക്രോസ് 5 ആണ് നമ്പർ അല്ലേ. നമുക്ക് ഫസ്റ്റ് ലെറ്റർ നമുക്ക് തന്നിട്ടുണ്ട് എഫ് എന്ന്, പിന്നെ വിയും തന്നിട്ടുണ്ട്. 5 എങ്ങനെയാ വരിക? വേർഡ്സിൽ എങ്ങനെയാ എഴുതാ? FIVE എന്നല്ലേ അവിടെ ഫില്ല് ചെയ്യുക. തേർഡ് വണ് 4 ആണ്. 4 എങ്ങനെയാ വരിക? FO നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ദെൻ 6 തന്നിട്ടുണ്ട് അല്ലേ. ഒരു ലെറ്റർ വിട്ടുപോയിട്ടുണ്ട്, അതവിടെ ഫില്ല് ചെയ്യണം. എങ്ങനെയാ വരിക? FOUR അല്ലേ. യു എന്ന് എഴുതുക. നെക്സ്റ്റ് ഫോർത്ത് വണ് 9 ആണ് കേട്ടോ. എങ്ങനെയാ വരിക? സ്പെല്ലിംഗ് എങ്ങനെയാ? N തന്നിട്ടുണ്ട്, ഇയും തന്നിട്ടുണ്ട്. N കഴിഞ്ഞാൽ NINE എന്നല്ലേ വരിക. അതങ്ങനെ ഫില്ല് ചെയ്യുക. ദെൻ ഫിഫ്ത്ത് വണ് നോക്കുക, 10 ആണ്. സ്പെല്ലിംഗ് അറിയാലോ. T നമുക്ക് തന്നിട്ടുണ്ട്, എന്നും തന്നിട്ടുണ്ട്. TEN അല്ലേ 10. E എന്ന് അവിടെ എഴുതുക. ഇനി ഡൗൺ വേർഡ്സ് നോക്കുക, 6 ആണ്. സിക്സ്ത് വണ് നോക്കൂ,
3 എന്നുള്ള നമ്പർ ആണ് അല്ലേ. ഈ നമുക്ക് തന്നിട്ടുണ്ട്, ദെൻ തന്നിട്ടില്ല, ലെറ്റർ തന്നിട്ടില്ല, പിന്നെ R തന്നിട്ടുണ്ട്, ലെറ്റർ തന്നിട്ടില്ല, പിന്നെ E തന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ വരിക? THREE എന്നല്ലേ വരിക. നെക്സ്റ്റ് 7th വൺ 6 ആണ്. അവിടെ നോക്കൂ, 6 നമുക്ക് ഫിൽ ആയിട്ടുണ്ട് അല്ലേ. SIX 5 എഴുതുന്ന സമയത്ത് I എഴുതിയല്ലോ, അപ്പൊ 6 SIX ഫിൽ ആയിട്ടുണ്ട്. ദെൻ 8th വൺ നോക്കുക, 7 ആണ് നമ്പർ. അവിടെ SEV തന്നിട്ടുണ്ട്, എന്നും തന്നിട്ടുണ്ട്, E നമ്മൾ എഴുതണം അല്ലേ. 7 സ്പെല്ലിംഗ് എങ്ങനെയാ വരിക? SEVEN അല്ലേ. അങ്ങനെ എഴുതി ഫില്ല് ചെയ്യുക കേട്ടോ. സി ദ ടീം റെയിൻ ഈസ് നൗ ഓൺ ദ റെയിൻബോ അല്ലേ. ടീം റെയിൻ ഇപ്പൊ എവിടെയാ? ദേ ആർ ഓൺ ദ റെയിൻബോ. മഴവില്ലിന്റെ മുകളിലാണ്, കണ്ടില്ലേ. ദെൻ വാട്ട് ആർ ദേ ഡൂയിങ്? ദേ ആർ സ്വിങ്ങിങ് ആൻഡ് പ്ലേയിങ് അല്ലേ. അവരെന്താ ചെയ്യുന്നത്? അവർ ഊഞ്ഞാലാടുന്നു, കളിക്കുകയൊക്കെ ചെയ്യാണ് അല്ലേ. ദെൻ ലുക്ക് അറ്റ് ദം. ആർ ദേ ഹാപ്പി? അവർ ഹാപ്പി ആണോ? യെസ്, ദേ ആർ ഹാപ്പി അല്ലേ. അവർ വളരെ സന്തോഷത്തിലാണ് അല്ലേ. ഇനി എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? വി ഗോട്ട് എ റിംഗ്, എ കളർഫുൾ റിംഗ്, കം സ്വിങ് ഓൺ ഇറ്റ്, ലെറ്റ്സ് സിംഗ് എ സോങ്. എന്താ പറയുന്നത്? വി ഗോട്ട് എ റിംഗ് എന്ന് പറയുകയാണല്ലേ. ഞങ്ങൾക്കൊരു വളയം കിട്ടി എന്ന് പറയാണ്. എ കളർഫുൾ റിംഗ് എന്താണ്? നല്ല നിറമുള്ള ഒരു വളയം. കം സ്വിങ് ഓൺ ഇറ്റ്, ലെറ്റ്സ് സിംഗ് എ സോങ്. എന്താ പറയുന്നത്? വരൂ, നമുക്ക് ഇതിന്റെ മുകളിൽ ആടാം, ഒരു പാട്ട് പാടാം എന്ന് പറയാണ്. ദെൻ സ്വിങ് സ്വിങ് സ്വിങ്, സിംഗ് സിംഗ് സിംഗ്, വി ഗോട്ട് എ റിംഗ്, ഇറ്റ് ഈസ് എ പ്രിറ്റി തിങ് എന്ന് പറയാണ് അല്ലേ. ആടൂ ആടൂ ആടൂ, പാടൂ പാടൂ പാടൂ, വി ഗോട്ട് എ റിംഗ്, ഞങ്ങൾക്കൊരു വളയം കിട്ടി, ഇറ്റ് ഈസ് എ പ്രിറ്റി തിങ്, അത് ഒരു അഴകുള്ള സാധനമാണ് എന്ന് പറയുകയാണ് അല്ലേ. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഡു യു സിങ് വെൻ യു സ്വിങ്? അതായത് ഊഞ്ഞാലാടുമ്പോൾ നിങ്ങൾ പാട്ട് പാടാറുണ്ടോ എന്നാണ് കേട്ടോ. അപ്പൊ ഉണ്ടെങ്കിൽ യെസ് എന്ന് എഴുതുക. അധികം നമ്മൾ പാടൂല്ലേ, പാട്ട് പാടിയിട്ടല്ലേ നമ്മൾ ഊഞ്ഞാലാടുക. യെസ്, ഐ സിങ് വെൻ ഐ സ്വിങ്. ഊഞ്ഞാലാടുമ്പോൾ ഞാൻ പാടാറുണ്ട്. ലുക്ക് ഹിയർ, വാട്ട് ഹാപ്പൻ ടു ദ റിംഗ്? എന്താണ് റിംഗിന് സംഭവിച്ചത്? ദ റിംഗ് ബ്രോക്ക് ഇൻ ടു പീസസ് അല്ലേ. റിംഗ് പൊട്ടി കഷ്ണങ്ങളായില്ലേ. ഹൗ ഡിഡ് ഇറ്റ് ബ്രേക്ക്? എങ്ങനെയാ അത് പൊട്ടിയത്? ദ ടീം റെയിൻ ഹാങ് ഓൺ ദ റെയിൻബോ ആൻഡ് ഇറ്റ് ബ്രോക്ക് അല്ലേ. ടീം റെയിന് ആ റെയിൻബോയില് തൂങ്ങിയില്ലേ, എന്നിട്ടല്ലേ അത് പൊട്ടിയത്. സ്നാപ്പ്, എന്താണ്ടായേ? ദ റിംഗ് ബ്രോക്ക്, വളയം പൊട്ടിയില്ലേ. സം പീസസ് ഫെൽ ഡൗൺ, എന്താ ചെയ്തത്? ഉണ്ടായത് കുറച്ച് കഷ്ണങ്ങള്, വളയത്തിന്റെ ആ റിങ്ങിന്റെ റെയിൻബോ ആണല്ലേ, അതിന്റെ കുറച്ച് കഷ്ണങ്ങള് താഴേക്ക് വീണു. അവിടെ നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഹാപ്പൻ ടു ദ പീസസ്? ആ കഷ്ണങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് കേട്ടോ. നമുക്ക് നോക്കാം അല്ലേ എന്താ ഉണ്ടാവുന്നതെന്ന്. ആക്ടിവിറ്റി 20 ഗ്രൂപ്പ് ദ വേർഡ്സ് ആണ് കേട്ടോ. അതായത് ഇവിടെ നമുക്ക് കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. റൈമിംഗ് വേർഡ്സ്. റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഒരേ രീതിയിൽ വരുന്ന വേർഡ്സ് ഇല്ലേ, അതൊക്കെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക കേട്ടോ. വേർഡ്സ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യാണ്. ഇവിടെ നോക്കൂ, റിംഗ് എന്ന് തന്നിട്ടുണ്ട്, ക്രോ എന്നും തന്നിട്ടുണ്ട്. അപ്പൊ റിംഗ്. പിന്നെ ഏതാ അതുപോലെ നമ്മൾ വരുന്ന വേർഡ്സ് ഏതൊക്കെയാ? തിങ് വരും അല്ലേ, വിങ് വരും, സിങ്, സ്വിങ്, ഇതൊക്കെയല്ലേ വരിക. ദെൻ ക്രോ എന്ന് പറയുന്ന രീതിയിൽ വരുന്ന വേർഡ്സ് ഏതൊക്കെയാ? റോ വരും, യെല്ലോ വരും, ബോ വരും, പിന്നെ സ്ലോ അല്ലേ. അങ്ങനെ വേർഡ്സ് ഗ്രൂപ്പ് ചെയ്യാം കേട്ടോ. ദ ഫോളൻ പീസസ് ടേൺഡ് ഇൻ ടു ഫ്ലവേഴ്സ്, ദ ഫ്ലവേഴ്സ് ഫിൽഡ് ദ വാലി, ദ വാലി ബിക്കെയിം കളർഫുൾ. എന്താണ്? ദ ഫോളൻ പീസസ് ടേൺഡ് ഇൻ ടു ഫ്ലവേഴ്സ്. എന്താണ്? താഴെ വീണ കഷ്ണങ്ങള് പൂക്കളായി മാറി. കണ്ടോ നിങ്ങള്? ദ ഫ്ലവേഴ്സ് ഫിൽഡ് ദ വാലി. എന്താണ് വാലി എന്ന് പറഞ്ഞാല്? താഴ്വര കേട്ടോ. പൂക്കള് താഴ്വരയിൽ നിറഞ്ഞു. ദ വാലി ബിക്കെയിം കളർഫുൾ. താഴ്വര പല വർണ്ണങ്ങളായി മാറി. ലുക്ക് അറ്റ് ദ റെയിൻബോ, വാട്ട് ഈസ് ഇറ്റ്സ് ഷേപ്പ് നൗ? റെയിൻബോനെ നോക്കൂ, എന്താ അതിന്റെ ഷേപ്പ്? ഇറ്റ് ഈസ് ആൻ ആർച്ച് ഷേപ്പ് അല്ലേ. അതൊരു ആർച്ച് ഷേപ്പ് ആണ് അല്ലേ. ഇറ്റ് ലുക്സ് ലൈക്ക് എ ഹെയർ ബോ. ഹെയർ ബോ പോലെ ഉണ്ടല്ലേ കാണാൻ. ആക്ടിവിറ്റി 21 അറേഞ്ച് ദ സെന്റൻസസ് ആസ് ഇൻ ദ സ്റ്റോറി. സ്റ്റോറിയിലുള്ള പോലെ സെന്റൻസസ് എല്ലാം അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെയാണ് സെന്റൻസസ് നോക്കാം. സം പീസസ് ഫെൽ ഡൗൺ, ടീം റെയിൻ ജംപ്ഡ് അപ്പ്, come let's climb the hill, they swung on the ring, it was not a bow, it was a circle of colors. അപ്പോൾ നമുക്ക് പിക്ചേഴ്സ് തന്നിട്ടുണ്ടല്ലേ, അതിൽ നമ്മൾ എന്താണ് വരുന്നത് അതിനനുസരിച്ച് എന്താ സെന്റൻസസ് എഴുതുക കേട്ടോ. ഫസ്റ്റ് പിക്ചർ എന്താണ്? കം ലെറ്റ്സ് ക്ലൈംബ് ദ ഹിൽ അല്ലേ. വരൂ നമുക്ക് മലമുകളിൽ കയറാം അല്ലേ വരിക. ഇതിനടുത്ത് നോക്കൂ, എന്താണ് അവര് റെയിൻബോനെ നോക്കിയിട്ട് പറയുന്നതാണല്ലേ. ഇറ്റ് വാസ് നോട്ട് എ ബോ, ഇറ്റ് വാസ് എ സർക്കിൾ ഓഫ് കളേഴ്സ് എന്നല്ലേ. ഇതിനടുത്ത് നോക്കൂ,
എന്താ അവിടെ ചെയ്യുന്നത്? ദ ടീം റെയിൻ ജംപ്ഡ് അപ്പ് അല്ലേ, ടീം റെയിൻ ചാടുകയാണ് അല്ലേ. ദെൻ ദേ സ്വങ് ഓൺ ദ റിംഗ് അല്ലേ വരിക, ഒരു ഊഞ്ഞാലാടുകയല്ലേ. ദെൻ അടുത്ത് നോക്കൂ, സം പീസസ് ഫെൽ ഡൗൺ, എന്താണ് ചെറിയ കഷ്ണങ്ങൾ താഴേക്ക് വീണു എന്നല്ലേ വരിക. അങ്ങനെ എഴുതുക കേട്ടോ. അടുത്തത് നെയിം ദ പിക്ചേഴ്സ്, ചിത്രങ്ങളിലൊക്കെ പേര് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് വൺ എന്താ? പട്ടമാണ് അല്ലേ. എന്താ ഇതിന് പറയുക? കൈറ്റ് എന്നല്ലേ, കൈറ്റ് എന്ന് എഴുതുക, KITE കൈറ്റ്. അടുത്തത് എന്താ? സൂര്യനാണ് അല്ലേ, സണ്ണല്ലേ, SUN സൺ. അടുത്തത് ബൈസിക്കിൾ ആണ് അല്ലേ, സൈക്കിൾ അല്ലേ അത്, ബൈസിക്കിൾ. എന്താണ് സ്പെല്ലിംഗ് വരിക? BICYCLE ബൈസിക്കിൾ. അടുത്തത് റെയിൻബോ ആണ്, RAINBOW മഴവില്ലാണ് അല്ലേ. അടുത്തത് എന്താ? ഫ്ലവേഴ്സ് ആണ് അല്ലേ, പൂക്കളല്ലേ. അപ്പൊ എന്താ സ്പെല്ലിംഗ് വരിക? FLOWERS. നെക്സ്റ്റ് നോക്കൂ, ട്രീ ആണല്ലോ, TREE ട്രീ. അങ്ങനെ എഴുതുക കേട്ടോ. ഇതോടുകൂടി ഈ യൂണിറ്റ് ദ ടീം റെയിൻ കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു യൂണിറ്റുമായിട്ട് കാണാം. ഓക്കെ, ബൈ.